നിലവിൽ ഇന്റർസെപ്ഷൻ തന്നെയാണ് നടന്നിരിക്കുന്നത്. അത് ആക്രമണം പൂർത്തിയായതായിട്ടുള്ള വിവരവുമില്ല. കാരണം അല്പസമയം മുൻപ് മാത്രമാണ് ഈ ഖത്തർ പ്രതിരോധ മന്ത്രാലയം ഇത് ഔദ്യോഗികമായി ആക്രമണം സ്ഥിരീകരിക്കുന്നത്. ഈ ഔദ്യോഗികമായി ആക്രമണം സ്ഥിരീകരിക്കുന്ന സമയത്തും അത് ആക്രമണം തടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന നിലയിലാണ് അതിന്റെ വിശദീകരണം നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ആക്രമണം ഇപ്പോഴും തുടരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നേരത്തെ തന്നെ നമുക്ക് പലരിൽ നിന്നും അവിടെ ഖത്തറിലുള്ളവർ, ദോഹയിലുള്ളവരൊക്കെ ഇങ്ങനെ ആക്രമണം നടക്കുന്നുണ്ട് എന്ന് അറിയിച്ചിരുന്നു. പക്ഷെ അത് ഔദ്യോഗികമായിട്ടൊരു മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നില്ല. പക്ഷെ അത് കുറച്ച് അല്പസമയം മുമ്പ് മാത്രം പ്രതിരോധ മന്ത്രാലയം അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. നേരത്തെ ആക്രമണം ഉണ്ടായ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോഴും ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. നേരത്തെ ഇന്ന് രാവിലെ തന്നെ ഈ ദോഹയിലെ US എംബസിക്ക് സമീപമുള്ള അവിടെ താമസിച്ചിരുന്ന ആളുകളെയൊക്കെയും മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അതൊരു പ്രതിരോധം എന്നുള്ള രീതിയിൽ, ഒപ്പം തന്നെ അവരുടെ ഒരു സൂക്ഷ്മത കാണിക്കാൻ വേണ്ടി ഒക്കെയുമാണ് ഇത്തരത്തിൽ അവരെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റിയിരുന്നത്. പക്ഷേ അവിടെയല്ല ആക്രമണം ഉണ്ടായത്, മറ്റൊരു ഇടത്ത് ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ ഖത്തർ ഈ ആക്രമണം പ്രതീക്ഷിച്ചതാണ് എന്ന് ഈ നീക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും കൂടെ ആക്രമണം ഉണ്ടാകും എന്ന് ഖത്തർ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ആക്രമണം ഒരു അരമണിക്കൂറിനുള്ളിൽ ആണ് സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ സ്ഫോടന ശബ്ദം, അല്ലെങ്കിൽ ഈ സ്ഫോടന ശബ്ദം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകാശത്തുണ്ടാകുന്ന ഇന്റർസെപ്ഷന്റെ ശബ്ദങ്ങളാണ്. അല്ലാതെ നിലത്ത് വീണ് ഒരു തരത്തിലും ജനവാസ മേഖലകളിലോ മറ്റോ ഇത്തരത്തിൽ ഡ്രോണുകളോ അല്ലെങ്കിൽ മിസൈലുകളോ പൊട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. അപ്പോൾ നിലവിൽ എന്തായാലും മിസൈൽ ആക്രമണമാണ് എന്നുള്ള കാര്യം കൂടി ഖത്തർ സ്ഥിരീകരിച്ച് പറയുകയാണ്. ഇപ്പോൾ ആ ശബ്ദം ഇല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നു. എന്തായാലും ഏതെങ്കിലും നിലക്ക് കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ചീളുകളും മറ്റുമൊക്കെ തെറിച്ച് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, തീപിടുത്തം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വിവരമൊക്കെയും ഔദ്യോഗികമായി അല്പസമയത്തിനുള്ളിൽ അറിയാൻ കഴിയും. നിലവിൽ ആളുകളിൽ നിന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് അത്തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് കടന്നിട്ടില്ല. അങ്ങനെ ഒരു തീപിടുത്തമോ അല്ലെങ്കിൽ പുക ഉയർന്നതായിട്ടുള്ള വിവരമൊന്നും എവിടെ നിന്നും വരുന്നില്ല. പക്ഷെ അത് മൾട്ടിപ്പിൾ സൗണ്ട് ആയിരുന്നു. ഒരുപാട് തവണ ഈ ശബ്ദം കേട്ടു. ആളുകൾക്കത് ആകാശത്ത് അത് കാണാനും കഴിഞ്ഞു. ഇത്തരത്തിൽ സ്ഫോടനം നടക്കുന്നതായി ആകാശത്ത് കാണാനും കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അല്ലാതെ ഒരു അപകട വിവരം ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പരിധിവരെയും ആക്രമണം നിർത്തിവെച്ചിരുന്നതായിരുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി വലിയ ആക്രമണമൊന്നും ഈ GCC രാജ്യങ്ങളിലേക്ക് ഉണ്ടായിരുന്നില്ല.